السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي തമ്മിം بالخير والسعادة. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയുടെ പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഫോക്കസ് അക്കാദമിയുടെ ഫ്രീ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള 42ാമത്തെ സെഷനിലാണ് നമ്മളുള്ളത്. ജാഹിലി ലിറ്ററേച്ചറിന്റെ പാർട്ട് 9 ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ടെലഗ്രാമിലും ലഭ്യമാണ്, ഓരോന്നിന്റെയും നോട്ട്സ് അടക്കം. ആർക്കെങ്കിലും മുമ്പത്തെ ക്ലാസ്സുകൾ ലഭിക്കാത്തതുണ്ടെങ്കിൽ ടെലഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ പോയാൽ ലഭ്യമാകുന്നതായിരിക്കും. അതോടുകൂടെ ഈ ഒരു ഫ്രീ കോഴ്സിന്റെ മുന്നോട്ട് പോക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങളുടെയൊക്കെ പരസ്പര സഹകരണത്തോടു കൂടിയാണ്. നിങ്ങളുടെ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിരുദം നേടിയ വിദ്യാർത്ഥിനികളിലേക്ക് ഇതിന്റെ ലിങ്ക്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജാഹിലി ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിലിപ്പോ മുഅല്ലഖാത്തുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് നമ്മളുള്ളത്. അതിൽ ഇമ്രുൽ ഖൈസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആ ഭാഗത്ത് നിന്ന് വന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ ആദ്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. നിങ്ങൾ വേഗം ആൻസർ ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം സെറ്റ് 2020 ചോദിച്ച ഒരു ചോദ്യമാണ്. ഷുഅറാ ഉൽ യമൻ സലാസ ഡാഷ് വ ഹസ്സാൻ ഇബ്നു സാബിത്ത് വ അബൂ നവാസ് കമ്മിൽ. അപ്പൊ അവിടെ ഏതോ ഒരാൾ കൂടെ ഉണ്ട്. 3 ആളുകൾ യമൻ കവികളിൽപ്പെട്ട ആളുകളാണ്. അതിൽ 2 ആളുകളെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത്, അബൂ നവാസ്. ഇനി ഒരാൾ കൂടെ ആ ഗണത്തിൽ വരുന്നതുണ്ട്. അത് ആരാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തതിൽ. ഓക്കെ, ശരിയാണ്. എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ബി ആണ്, ഇമ്രുൽ ഖൈസ് ആണ്. അപ്പൊ ഇമ്രുൽ ഖൈസിന്റെ അസ്വല് പറയുന്നിടത്ത് നാം ചർച്ച ചെയ്തതാണ് കിന്ദയാണ്. കിന്ദ എന്ന് പറയുന്നത് യമനിലെ ഒരു ഗോത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 2018 നെറ്റ് എക്സാമിന്റെ ഒരു ചോദ്യമാണ്. നഷാ ഇമ്ർ ഉൽ ഖൈസ്. ഇമ്ർ ഉൽ ഖൈസ് വളർന്നു എങ്ങനെയാണ്? നജ്ദിയൻ വ ഇൻകാന യമനിയൻ, യമനിയൻ വ ഇൻകാന നജ്ദിയൻ, യമനിയൻ വ ഇൻകാന ലഫാരിയൻ, ലഫാരിയൻ വ ഇൻകാന യമനിയൻ. ലഫാർ എന്ന് പറയുന്നത് യമനിലെ തന്നെ ഒരു പ്രമുഖ ഗോത്രമാണ്. ഓക്കെ, അതില് ഓപ്ഷൻ എ ആണ്, നജ്ദിയൻ വ ഇൻകാന യമനിയൻ. അപ്പൊ നജ്ദി ആയിട്ടാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. നജ്ദില് ജനിച്ചു, അവിടെയാണ് വളർന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ അസുൽ എന്ന് പറയുന്നത് യമനാണ്. അതാണ് വ ഇൻകാന യമനിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യമൻകാരനാണെങ്കിലും അദ്ദേഹം ജനിച്ച് വളർന്നത് നജ്ദിലാണ്. അടുത്തൊരു ചോദ്യം 2018 തന്നെ നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഖറജ ഷാബു മിൻ കനഫി അബീഹി ഫൽതഫ ഹൗലഹു സുംറത്തും മിന ശുദ്ദാദ് റാഹു യൻതഖിലൂന മഅഹു മിൻ മാ ഇലാ മാ. കനഫ് എന്ന് വെച്ചാൽ റിആയത്ത്, ഇനായത്ത് എന്നൊക്കെയാണ് അർത്ഥം, അല്ലെങ്കിൽ ഹിമായത്ത്, പ്രൊട്ടക്ഷൻ, പരിചരണം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോ തന്റെ പിതാവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ആ ഷാബ്, യുവാവ് എന്ത് ചെയ്തു? പുറപ്പെട്ടു. അതായത് പിതാവുമായിട്ട് ഉടക്കിയിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് തെരുവ് കവികളോടൊപ്പം, ഷോറ ഉസ്വാലിക്കിൽപ്പെട്ട ആളുകൾ എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട് ആ രൂപത്തിൽ ജീവിക്കുന്ന കുറച്ച് ആളുകൾ, അവരോടൊപ്പം ഇദ്ദേഹം കൂടുകയും എന്നിട്ട് അവരോടൊപ്പം ഇദ്ദേഹം യാത്ര ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മിൻ മാ ഇലാ മാ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു തടാകത്തെ ചുറ്റിപ്പറ്റി അവിടെ അവർ തമ്പടിച്ച് കൂടും. എന്നിട്ട് അവിടെ 2-3 ദിവസം നിന്ന് അല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് പിന്നെ അവിടെ എവിടെയാണോ വെള്ളം ലഭ്യമാവുന്നത് അവിടേക്ക് പോവുകയാണ് ചെയ്യുക. അത് ആരായാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാവരും ആൻസർ ചെയ്തത്. ഓപ്ഷൻ ബി ആണ്. ഇമ്രുൽ ഖൈസുമായി ബന്ധപ്പെട്ട് തന്നെ
വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോ അദ്ദേഹത്തെ ആ പിതാവ് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ലൈസ മിന ഷുഅറാഇൽ ഉമവിയീൻ, ഉമവി കവികളിൽ പെടാത്തതാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഉമവി കവികളിൽ പെടാത്തത് താഴെ കൊടുത്തതിൽ ആരാണ്? ബഷാമത്തുൽ ഖദീർ, അത്തിരിമാഹ് ബിനുൽ ഹകം, ഖൈസ് ബിൻ ദുറൈഹ്, അൽ അഹ്വസ്. ഇങ്ങനെ 4 പേരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉമവി കവികളിൽ പെടാത്തത് ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ടെങ്കിലും കുറച്ച് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. നോക്കി നിന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. തെറ്റിയാലും ശരിയായാലും നമ്മൾ ആൻസർ ചെയ്യുക. അതാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇതില് തെറ്റിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ ആ എക്സാമിൽ നമുക്ക് തെറ്റരുത്. ഇവിടെ തെറ്റിക്കോട്ടെ, ഇവിടെ തെറ്റാണ് വേണ്ടത്. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ മനസ്സിൽ നിൽക്കാൻ സഹായകമാവാണ് ചെയ്യുക. ശരി, അപ്പൊ ഇവിടെ കുറെ ആളുകൾ സി ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോ സി അല്ല, ഇതിലിപ്പോ പറയപ്പെട്ട എല്ലാ ആളുകളെയും സാധാരണഗതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കുന്ന ആളുകൾ തന്നെയാണ്. അതായത് ഇപ്പൊ ഉമവി കാലഘട്ടത്തിൽ നമുക്കറിയാം ജരീർ, അഖ്തൽ, ഫറസ്ദഖ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ ഉമർ ഇബ്നു അബി റബിയ, ജമീൽ ഇബ്നു മഅമർ, ഇവരെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതോടുകൂടെ തന്നെ അക്കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന ആളുകളാണ് ഓപ്ഷൻ ബി, അത്തിരിമാഹ് ഇബ്നുൽ ഹക്കീം എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ ഖൈസ് ഇബ്നു ദരീഹ്, അതേപോലെ തന്നെ ഖൈസ് ഇബ്നു മുലവ്വഹ്. ഇങ്ങനെ 2 ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. മജ്നൂൻ ലൈല, മജ്നൂൻ ലുബ്ന. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഉമവി കാലഘട്ടം ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് അൽ അഹ്വസ്, ഇദ്ദേഹവും ഉമവി കാലഘട്ടത്തിലെ കവിയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതില് ഉമവി കാലഘട്ടത്തിലെ കവി അല്ലാത്തത്. അദ്ദേഹത്തെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത ആൾ സുഹൈർ ഇബ്നു അബി സുൽമയാണ്. അപ്പൊ സുഹൈർ ഇബ്നു അബി സുൽമയെ കുറിച്ച് പഠിച്ച ആളുകളൊക്കെ എന്തായിരുന്നാലും മനസ്സിലാക്കേണ്ട ഒരാളാണ് ബഷാമ അൽ ഖദീർ. കാരണം ബഷാമയിൽ നിന്നാണ് സുഹൈർ ഇബ്നു അബി സുൽമ കവിത പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് എന്തായിരുന്നാലും ഓർമ്മ വരേണ്ട ആളാണ് ഓപ്ഷൻ എ. അപ്പൊ ഇത് ഒന്നുകൂടെ ഈ ഒരു ചോദ്യം ഇവിടെ കാണിക്കാനുള്ള കാരണം, ചിലർക്കെങ്കിലും ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ജാഹിലി ലിറ്ററേച്ചർ അല്ലേ, അല്ലെങ്കിൽ ലിറ്ററേച്ചർ അതൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം, ബാക്കി കുറച്ച് ഭാഗങ്ങളാണ് ഇനി പഠിക്കേണ്ടത്. അപ്പൊ അടുത്ത കേട്ടറ്റ് എക്സാമിന്, അല്ലെങ്കിൽ നെറ്റ് എക്സാമിന്, അതല്ലെങ്കിൽ PSC എക്സാമിന് ഇനി ബാക്കി അറബിക് പെഡഗോജി, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, നഹ്വ്, ഇതൊക്കെ നോക്കാം, അല്ലെങ്കിൽ ജനറൽ പേപ്പർ നോക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. കാരണം നമുക്ക് ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക സബ്ജക്റ്റിലാണ്. അപ്പോ ആ സബ്ജക്റ്റിനും നമ്മൾ മുൻഗണന കൊടുക്കണം. അതോടൊപ്പം ചെയ്യുക, ഈ പറയപ്പെട്ട നമ്മൾ വീക്ക് ആയിട്ടുള്ള ഏരിയ കൂടി നമ്മൾ ഫോക്കസ് ചെയ്താലേ നമുക്ക് വേണ്ട രൂപത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ശരി, വേറൊരു ചോദ്യവും കൂടെ. മൻ ഹുവൽ മഅറൂഫ് ബിശാഇറിൽ ഹൗലിയാത്ത്. ഓക്കെ, ഷാഇറുൽ ഹൗലിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ ശരിയാണ്, ഓപ്ഷൻ ഡി ആണ്. അല്ലെ, സുഹൈർ ഇബ്നു അബി സുൽമയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. സെറ്റ് 2010 ചോദിച്ച ചോദ്യമാണ്. ഇത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ. മറ്റൊരു ചോദ്യം 2018 സെറ്റ് എക്സാമിന്റെ ഒരു ചോദ്യമാണ്. മൻ ഇഷ്തഹറ ബി ഖസാഇദിൽ ഹൗലിയാത്ത് മിന അശ്ശുഅറാഇൽ മദ്കൂരീന അദ്നാഹു. താഴെ കൊടുത്ത കവികളിൽ ആരാണ് ഈ രൂപത്തിൽ ഖസാഇദുൽ ഹൗലിയാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതും നമുക്കറിയാം സുഹൈർ ഇബ്നു അബി സുൽമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി വേറൊരു ചോദ്യം, മൗളൂഉ മുഅല്ലഖതിഹി മദ്ഹു അൽ ഹാരിസ് വഹരിം മത്ലഉഹ. ആ മുഅല്ലഖയുടെ മത്ലഅ എന്ന് പറഞ്ഞ് അതും കൊടുത്തിട്ടുണ്ട്. അമിൻ ഉമ്മി ഔഫ ദിംനത്തുൻ ലം തകല്ലമി ബിഹൗമാനത്തി ദർറാജി ഫൽ മുതസല്ലമി എന്ന് പറയുന്ന വരി. അപ്പോ എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കാനാണ് നമ്മൾ തുടക്കം മുതൽ പറയുന്നതാണ്. പ്രധാനപ്പെട്ട കവികളുടെ വരികൾ, പ്രത്യേകിച്ച് മുഅല്ലഖയാവുമ്പോൾ മുഅല്ലഖയുടെ ആദ്യ വരി എന്തായിരുന്നാലും നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ എന്താണ് ആ ഒരു മുഅല്ലഖയുടെ പ്രധാന ടോപ്പിക്, അല്ലെങ്കിൽ ഏതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതൊക്കെ നമ്മൾ എന്തായിരുന്നാലും ഓർത്തു വെക്കേണ്ടതുണ്ട്. ശരി, അപ്പൊ ഇവിടെ മദ്ഹ അൽ ഹാരിസ് വഹരിം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും കിട്ടും. അദ്ദേഹത്തിന്റെ മുഅല്ലഖ കാര്യമായിട്ടും അതിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ആ മുഅല്ലഖയുടെ ആദ്യ വരി അമിൻ ഉമ്മി ഔഫ എന്നതാണെന്ന് പറയുമ്പോഴും നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ഡി, സുഹൈർ ഇബ്നു അബി സുൽമയുടെ മുഅല്ലഖയുടെ ആദ്യ വരിയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ശരി, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ സുഹൈർ ബിൻ അബി സുൽമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചർച്ച ചെയ്തു പോവാം. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് നജദിൽ തന്നെയാണ്. 520 മീലാദിയയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ക്രിസ്താബ്ദം 520 ജനിച്ചത്. മരണപ്പെട്ടതും നജദിൽ തന്നെയാണ്. അപ്പോ നജദിൽ ജനിച്ചു, നജദിൽ തന്നെ മരണപ്പെട്ടു. 609 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇക്കാലഘട്ടത്തിലുള്ള ജനന മരണങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവിധ പുസ്തകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അത് കൂടി ഓർമ്മപ്പെടുത്താണ്. അതായത് ചില പുസ്തകങ്ങളിൽ ഇതല്ലാത്ത ഡേറ്റുകളായിരിക്കും നമ്മൾ കാണുക. അപ്പൊ ജാഹിലി ലിറ്ററേച്ചറിൽ അത്ര തന്നെ ഈ ഒരു വർഷം നമ്മൾ അത്ര പരിഗണിക്കേണ്ടതില്ല. എന്നിരുന്നാലും ഏകദേശം ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ശരി, ഇനി ഇദ്ദേഹം കവിത പഠിച്ചിട്ടുള്ളത് ബഷാമ. ബഷാമയിൽ നിന്നാണ് ഇദ്ദേഹം കവിത പഠിച്ചിട്ടുള്ളത്. ബഷാമ അൽ ഖദീർ എന്നാണ് സാധാരണ പറയാറുള്ളത്. അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനാണ്. ഖാലു അബീഹി എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോ ഇദ്ദേഹത്തിൽ നിന്നാണ് കവിത, ഹിക്മത്ത് എല്ലാം സുഹൈർ ബിൻ അബി സുൽമ പഠിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് ഔസ് ബിൻ ഹജർ. ഔസ് ബിൻ ഹജർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ രണ്ടാമത്തെ ഹസ്ബൻഡാണ്. എന്ന് വെച്ചാൽ പിതാവ് മരണപ്പെട്ട ശേഷം മാതാവിനെ വിവാഹം ചെയ്ത ആൾ. അതാണ് ലിസൗജി ഉമ്മിഹി ഔസ് ബിൻ ഹജർ എന്ന് പറയുന്നത്. അദ്ദേഹം സഈമുൽ മദ്രസത്തിൽ മുലരിയ, അക്കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധമായ ചില മദ്രസകൾ ഉണ്ടായിരുന്നു ഭാഷാ രംഗത്തുള്ള. അതിൽ മദ്രസ അൽ മുലരിയയുടെ സഈമായിരുന്നു ഔസ് ബിൻ ഹജർ. അദ്ദേഹത്തിൽ നിന്നുമാണ് ഇദ്ദേഹം കവിത പഠിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാളുകൾ നമ്മൾ എന്തായിരുന്നാലും ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോ ചിലപ്പോ ചോദിച്ചിട്ടുള്ളത് ഈ രൂപത്തിലാണ്: കാന സുഹൈർ ബിൻ അബി സുൽമ റാവിയൻ ലിഡാഷ് എന്ന് പറഞ്ഞു വരും. അപ്പോ സുഹൈർ ബിൻ അബി സുൽമ ആരുടെ റാവിയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ബഷാമയുടെ റാവിയായിരുന്നു, അതേപോലെ തന്നെ ഔസ് ബിൻ ഹജറിന്റെ റാവിയായിരുന്നു. എന്ന് വെച്ചാൽ അവരിൽ നിന്ന് കവിത പഠിച്ച് പിന്നെ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്ത ആളാണ് ആര്? സുഹൈർ ബിൻ അബി സുൽമ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ലഖബുകളാണ്. ഒന്ന് അബീദു ഷിഅർ എന്നൊരു ലഖബ് ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഷാഇറുൽ ഹിക്മ. പല എക്സാമുകൾക്കും ചോദിക്കാറുണ്ട് ഷാഇറുൽ ഹിക്മ ആരാണ് എന്നുള്ളത്. ജാഹിലി കാലഘട്ടത്തിൽ ഷാഇറുൽ ഹിക്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് സുഹൈർ ബിൻ അബി സുൽമയാണ്. അതുപോലെ തന്നെ ഷാഇറുസ് സലാം. ഇതെല്ലാം സുഹൈർ ബിൻ അബി സുൽമയുടെ ലഖബുകളാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ചാണ് നേരത്തെ നമ്മൾ 2 ചോദ്യത്തിൽ കണ്ടത്. ഏത്? ഹൗലിയാത്ത് എന്ന പേരിൽ. എന്ന് വെച്ചാൽ ഹൗല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷത്തിനാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, അല്ലെ? അപ്പോ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് സക്കാത്തിന്റെ നിസ്വാബ് എത്തിയ സമയം എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യണം? ഒരു വർഷവും കൂടി പൂർത്തിയാവണം. നിസാബും എത്തണം, അതേപോലെ തന്നെ ഒരു വർഷവും പൂർത്തിയാവണം. അപ്പൊ അവിടെ പറയാറുണ്ട് വഹാല അലൈഹിൽ ഹൗൽ എന്ന പ്രയോഗം നമുക്കറിയാം. അപ്പൊ അതിൽ തന്നെയാണ് അദ്ദേഹം ഏകദേശം ഒരു കവിത പുറത്തേക്കിറക്കാൻ രചന നടത്തി പിന്നെ അത് പുറത്തേക്കിറക്കാൻ ഏകദേശം ഒരു വർഷം എടുക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഷാഇറുൽ ഹൗലിയാത്ത് എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പൊ അതില് ആദ്യത്തെ 4 മാസം അദ്ദേഹം കവിത രചിക്കാൻ എടുക്കും, പിന്നെ അതിനെ സംസ്കരിക്കും അടുത്ത 4 മാസം, പിന്നെ അടുത്ത 4 മാസം അദ്ദേഹത്തെ വെച്ചാൽ ഏതെങ്കിലും പിന്നെ ഇതേപോലെ ഷാഇറുകൾക്ക് മുമ്പിൽ അദ്ദേഹം പ്രദർശിപ്പിക്കും. അങ്ങനെ ഒരു വർഷം എടുക്കും ഏകദേശം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കവിത പാടാൻ എന്നുള്ളതാണ്. അപ്പൊ അത്രയും സമയമെടുത്ത് കവിത രചിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വർഷം എടുത്ത് കവിത രചിക്കുന്നത് കൊണ്ടാണ് ഷാഇറുൽ ഹൗലിയാത്ത് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മക്കൾ ആരൊക്കെയായിരുന്നു? 2 പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കഅബ്, ബുജൈർ. അതോടൊപ്പം ചില ഇദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചെടുത്ത് കൊടുത്ത ഒരു മകനാണ് ഹക്കീം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോ 3 മക്കളുണ്ട് ഇദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട സഹോദരിമാരാണ് ഹൻസ, അതേപോലെ തന്നെ സൽമ. അപ്പോ ഇവർ 2 പേരും കവിയത്രികൾ തന്നെയാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ സുഹൈർ ബിൻ അബി സുൽമയെ കുറിച്ച് പറയപ്പെടുന്നത് ഒരു കവി കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം കവിയാണ്, ഇദ്ദേഹത്തിന്റെ 2 സഹോദരന്മാർ കവിയാണ്, ഇദ്ദേഹത്തിന്റെ 2 പുത്രന്മാർ
പ്രധാനപ്പെട്ട കവികളാണ്, അഥവാ കാബും ബുജൈറും അവരും കവികളാണ്. അപ്പൊ ഇങ്ങനെ കവി കുടുംബത്തിൽപ്പെട്ട ആളാണ് സുഹൈർ ബിൻ അബി സുൽമ. ഇതിനോട് ആഡ് ചെയ്ത് പറയാനുള്ളത്, ഹൻസ എന്ന് പറയുന്ന ഒരു കവിയത്രിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മുഖലറമുൻ കവികളിൽ ആ കവിയത്രി അല്ല ഇവർ, ഇത് വേറെ ഹൻസ ആണ് എന്നുള്ളത് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഇനി ഖബീലത്തുഹു മുല്ലർ ബനു ഖത്ഫാൻ. ഇദ്ദേഹം ഖത്ഫാൻ ബനു ഖത്ഫാൻ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ഒരു സബ് ഗോത്രമാണ് മുല്ലർ എന്ന് പറയുന്നത്. അതേപോലെ മുസ്ന് എന്ന് കാണാൻ ചില ഇടങ്ങളിൽ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇദ്ദേഹവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കബീലകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. സുഹൈർ ബിൻ അബി സുൽമ, അൽ മുസ്നി, അൽ മുല്ലരി, അൽ ഖത്ഫാനി എന്ന് പഠിച്ചു വെച്ചാൽ രണ്ടെണ്ണം ഇതിന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഖത്ഫാനും ചോദിച്ചതായി കണ്ടിട്ടുണ്ട്, മുസ്നും ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്കറിയാം, അക്കാലഘട്ടത്തിലെ പരമ്പര എന്ന് പറയുന്നത് അങ്ങനെ മുകളിലേക്ക് അങ്ങനെ എണ്ണിപ്പോവാണ് ചെയ്യുക. ഏതൊരു കവിയെ കുറിച്ച് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളെ കുറിച്ചും അയാളുടെ നസബ് കൃത്യമായിട്ട് പറയപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണോ അവരിലേക്ക് ചേർത്തിയിട്ട് അവരുടെ ആ ഒരു കബീലയിലേക്ക് ചേർത്തിയിട്ടാണ് ഇപ്പൊ സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ മുല്ലർ, മുസ്ന്, ഖത്ഫാന് ഇത് മൂന്നും നമ്മളൊന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കാന റാവിയൻ ലി ഔസ് ബിൻ ഹജർ, എന്ന് വെച്ചാൽ ഔസ് ബിൻ ഹജറിൽ നിന്നാണ് ഇദ്ദേഹം കവിത രചിച്ചിട്ടുള്ളത്. അതേപോലെ ബഷാമയിൽ നിന്നും ഇദ്ദേഹം കവിത രചിച്ചത് കൊണ്ട് കാന റാവിയൻ ലി ബഷാമ അൽ ഖദീർ എന്ന് പറയാം. ഇനി ഇദ്ദേഹത്തിന്റെ ആഷിഖത്ത് അല്ലെങ്കിൽ ഹബീബത്ത് ആരാണ്? ലൈലയാണ്, അല്ലെങ്കിൽ ഉമ്മു ഔഫ എന്ന കുനിയത്തിൽ അറിയപ്പെട്ട ലൈലയാണ് ഇവരുടെ ആഷിഖത്ത് എന്ന് പറയുന്നത്. ഇനി പിന്നെ ഇദ്ദേഹത്തെ ഈ ലൈലയെ ഇവർ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈലയല്ല, പിന്നെ ഇവരുടെ സുഹൈർ ബിൻ അബി സുൽമയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. സുഹൈർ ബിൻ അബി സുൽമയുടെ ഭാര്യയുടെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ വേഗം ടൈപ്പ് ചെയ്ത് അറിയിക്കാം. സുഹൈർ ബിൻ അബി സുൽമയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? അതെ, കബിഷ ബിൻത്ത് അമ്മാർ അല്ലെ, കബിഷ ബിൻത്ത് അമ്മാർ. അപ്പോ ഈ കബിഷയെ അവർ വിവാഹം ചെയ്യുന്നുണ്ട്, പിന്നെ അവരെ തൊലാഖ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുമായി ബന്ധപ്പെട്ട് മുഅല്ലഖ മീമിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അമിൻ ഉമ്മി ഔഫാ ദിംനത്തുൻ ലം തകല്ലമി ബിഹൗമാനത്തി ദർറാജി ഫൽ മുതസല്ലമി. അപ്പോൾ അവിടെ മീമിയയാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ. ബഹറു തവീലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. 60 ബൈത്താണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്നാണ് കാണപ്പെടുന്നത്. 60 ബൈത്തിലാണ് അദ്ദേഹം ആ ഒരു മുഅല്ലഖ രചിച്ചിട്ടുള്ളത്. മീമിയ ആണ്, അതേപോലെ തന്നെ തൊവീൽ എന്ന ബഹറിലാണ് രചിച്ചിട്ടുള്ളത്. ഖാഫിയയാണ് മീമിയ എന്ന് പറയുന്നത്. മുഅല്ലഖയുടെ മത്ലഅ് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ അമിൻ ഉമ്മി ഔഫാ ദിംനത്തുൻ ലം തകല്ലമി ബിഹൗമാനത്തി ദർറാജി ഫൽ മുതസല്ലമി എന്ന് പറയുന്ന വരിയാണ്. ഈ മുഅല്ലഖയിൽ അദ്ദേഹം പ്രധാനമായും പരാമർശിച്ച, അല്ലെങ്കിൽ അദ്ദേഹം ഈ മുഅല്ലഖ രചിച്ചിട്ടുള്ളത് 2 ആളുകളെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് നേരത്തെ ആ ഒരു ചോദ്യത്തിലും വന്നിട്ടുള്ളത്. അതാരൊക്കെയാണ്? ഒന്ന് ഹരിമു ബിൻ സിനാൻ, മറ്റൊന്ന് ഹാരിസ് ബിൻ ഔഫ്. എന്തുകൊണ്ടാണ് ഇവരെ പുകഴ്ത്താനുള്ള കാരണം? അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങൾ നമുക്കറിയാം. അതിലിപ്പോ ഒരു യുദ്ധമാണ് ബക്കറും തഗലബും തമ്മിൽ നടന്നിട്ടുള്ള ഹർബുൽ ബസൂസ്. 40 വർഷക്കാലമാണ് അത് നീണ്ടു നിന്നിരുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് 40 വർഷക്കാലം നീണ്ടു നിന്ന ദാഹിസ് വൽ ഖബറാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം. അതിന്റെ മറ്റൊരു പേരുണ്ട്, അത് നിങ്ങൾക്ക് വേഗം ടൈപ്പ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോ ഈ ദാഹിസ് വൽ ഖബറ എന്ന് പറയുന്നത് അബ്സും ദുബിയാനും തമ്മിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ 40 വർഷക്കാലം നീണ്ടു നിന്ന യുദ്ധത്തില് അതില് സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളുകളാണ് ഈ ഹരിമും ഹാരിസ് ബിൻ ഔഫും. വളരെ വലിയ ധനമൊക്കെ ചെലവഴിച്ചാണ് അവർ ആ ഒരു നല്ല കർമ്മത്തിന് മുതിർന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് സുഹൈർ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. ഓക്കെ, ദാഹിസ് വൽ ഖബ്റഇന്റെ മറ്റൊരു പേര് ഇവിടെ എല്ലാവരും ടൈപ്പ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, അതൊന്ന് വെറുതെ നമുക്ക് അറിയുന്നതാണെങ്കിലും ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഹർബുസ് സിബാഖ് എന്നാണ് അതിന്റെ പേര്. ഹർബുസ് സിബാഖ് ആ രൂപത്തിലും ചോദിക്കാറുണ്ട്. ദാഹിസ് വൽ ഖബ്റഇന്റെ മറ്റൊരു പേരാണ്. അബ്സും ദുബിയാനും തമ്മിലാണ് നടന്നിട്ടുള്ളത്. ആ യുദ്ധങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ
സുൽഹുണ്ടാക്കി ആ ഒരു യുദ്ധത്തിന് പരിസമാപ്തി കുറിച്ചു, അല്ലെങ്കിൽ അതിനെ ആ യുദ്ധം നിർത്തലാക്കി എന്നുള്ളതാണ് ഇവർ ചെയ്ത പുണ്യപ്രവൃത്തി. അതുകൊണ്ടാണ് സുഹൈർ അവരെ പുകഴ്ത്തിയിട്ടുള്ളത്. ഇനി ഉമർ റളിയല്ലാഹു അൻഹു സുഹൈർ ഇബ്നു അബീ സുൽമയെ കുറിച്ച് പറഞ്ഞതാണ് അഷ്അറുൽ അറബ് എന്ന പ്രയോഗം കാണാം. അതേപോലെ തന്നെ ഷാഇറു ശുഅറാ എന്ന രൂപത്തിലൊക്കെ വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റക്ക് കുറച്ച് മുമ്പായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ അവസാന ഭാഗത്ത് കുറച്ച് ഹിക്മത്തുകൾ നമുക്ക് കാണാം. ഹിക്മത്തോടു കൂടിയുള്ള ചില കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് തുഷ്ബിഹു കലാമുൽ അംബിയായി, അംബിയാക്കന്മാരുടെ സംസാരത്തോട് സാദൃശ്യപ്പെടുന്ന ചില ഭാഗങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ അവസാന ഭാഗത്ത് കാണാമെന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരു വരി നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്, സാധാരണ എക്സാമുകൾ ചോദിക്കുന്നത് തന്നെയാണ്. ഇനി ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചതായി കാണാവുന്നതാണ് ബി അന്നഹു ഷാഇറു ശുഅറാ. നേരത്തെ നമ്മൾ പറഞ്ഞു ഷാഇറു ശുഅറാ എന്ന രൂപത്തിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലി അന്നഹു ലാ യത്ബഉ ഹൂഷിയുൽ കലാം വലാ യുആദിലു മിനൽ മൻതിഖി വലാ യഖൂലു ഇല്ലാ മാ യഅരിഫു വലാ യംതദിഹു റജുൽ ഇല്ലാ ബിമാ കാന ഫീഹി. ഇദ്ദേഹത്തിന്റെ ഒരു വിശേഷണമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൂഷിയുൽ കലാം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആളൽ കലാം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്, വലാ യുആലിലു മിനൽ മൻതിഖ് എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ആളൽ കലാം എന്ന് പറഞ്ഞാൽ അഖദ അല്ലെങ്കിൽ സ്വഅബ എന്നുള്ള അർത്ഥമാണ്. ഈ ഉംറുൽ ഖൈസിന്റെ ഒക്കെ ചില വരികളിൽ അദ്ദേഹം ഗരീബായ പദങ്ങൾ പ്രയോഗിച്ചതായിട്ട് കാണാം. എന്നാൽ ഇദ്ദേഹം അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സാധാരണഗതിയിൽ നടത്താറുണ്ടായിരുന്നില്ല. വളരെ സരളമായ രൂപത്തിലുള്ള പ്രയോഗങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ കവിതയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ആരെ പുകഴ്ത്തുകയാണെങ്കിലും അയാളിലുള്ളത് എന്താണോ അതേ അദ്ദേഹം പറയാറുണ്ടായിരുന്നുള്ളൂ. ഇല്ലാത്ത ഒരു കാര്യം അദ്ദേഹം മദ്ഹായിട്ടാണെങ്കിലും പറയാറുണ്ടായിരുന്നില്ല. ഇനി അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന, അന്ത്യദിനത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ വചനം ഇവിടെ കൊടുക്കുന്നത് അത് ചില ക്വസ്റ്റ്യനുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരു വരിയാണത്. ഫലാ തക്തുമന്നല്ലാഹ മാ ഫീ നുഫൂസികും ലിയഖ്ഫ വമഹ്മാ യുക്തമില്ലാഹു യഅലമി എന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വരി. ഇനി ഇതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു വരിയാണ് ഹിക്മത്തിലുള്ള അദ്ദേഹത്തിന്റെ വരി. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി എന്ന് പറയുന്ന ഈ ഒരു വാചകം. അപ്പൊ ഈ രണ്ട് കവിതകളും അതുപോലെ തന്നെ മുഅല്ലഖയുടെ ആദ്യ വരിയും നമ്മൾ മറക്കാതിരിക്കുക. ഈ 3 വരികളാണ് ഇപ്പൊ സാധാരണഗതിയിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കാറുള്ളത്. എന്ന് വെച്ചാൽ അമിൻ ഉമ്മി ഔഫാ ദിന്നത്തുൻ ലം തകല്ലമി ബിഹൗമാനത്തി ദറാജി ഫൽ മുതസല്ലമി. അതേപോലെ തന്നെ ഫലാ തക്തുമന്നല്ലാഹ മാ ഫീ നുഫൂസികും ലിയഖ്ഫ വമഹ്മാ യുക്തമില്ലാഹു യഅലമി. അതുപോലെ ഹിക്മത്തിലുള്ള അദ്ദേഹത്തിന്റെ വചനം ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി എന്ന് പറയുന്ന ഈ വാചകവും. അപ്പോ പ്രധാനപ്പെട്ട 3 വരികൾ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമുക്ക് സാധാരണഗതിയിൽ വരികൾ തന്നുകൊണ്ട് അതിന്റെ ബഹർ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ഞാൻ എല്ലാ ക്ലാസ്സിലും ഓർമ്മപ്പെടുത്താറുണ്ട്. അറൂല് പഠിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും എളുപ്പമായ വഴി എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലിപ്പഠിക്കൽ തന്നെയാണ്. നമുക്ക് നമ്മുടേതായ ശൈലിയിൽ ഏത് കവിതയും അതിന്റെ ബഹർ ഏതാണെന്ന് നോക്കിയിട്ട് അതേ രീതിയിൽ ചൊല്ലിപ്പഠിച്ചാൽ പിന്നെ ആ ബഹർ ലഭിക്കുന്ന കവിതകളൊക്കെ കാണുമ്പോൾ തന്നെ ഒന്ന് പാടി നോക്കിയാൽ നമുക്ക് അതിന്റെ ബഹർ ഏതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇത്തരം വരികളൊക്കെ നിങ്ങൾ ചൊല്ലി തന്നെ പഠിക്കുക. അതും ഇതിപ്പോ തൊവീൽ എന്ന ബഹറിലാണ് ഇദ്ദേഹത്തിന്റെ ഈ വരികളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് അതേ രീതിയിൽ ഒന്ന് പാടിപ്പഠിക്കുക. അപ്പൊ എങ്ങനെയാണ് തൊവീൽ എന്ന ബഹറിന്റെ വസ്ന് നമുക്കറിയാം. തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ എന്നുള്ളതാണ്. അത് ഏതൊരു ശൈലിയിലാണോ നമുക്ക് പാടാൻ സാധിക്കുന്നത് ആ ശൈലിയിൽ നമ്മൾ പാടുക. അതിനോട് ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഇത്തരം കവിതകളൊക്കെ പാടി പഠിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഏതൊരു കവിത കണ്ടാലും, പ്രത്യേകിച്ച് തൊവീൽ എന്ന ബഹറിലാണ് വന്നതെങ്കിൽ നമ്മൾ ഇതേ രൂപത്തിലുള്ള ഒരു ചൊല്ലിപ്പഠിക്കൽ ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന്റെ ആ ഒരു ബഹറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ,
ഇത്രയാണ് സുഹൈർ ബിൻ അബി സുലമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇതുവരെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വന്നതും അതേപോലെ ചോദിക്കാൻ സാധ്യതയുമുള്ളതായ പോയിന്റ്സ്. ഇൻഷാ അല്ലാഹ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന 2-3-4 ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും സമയം വളരെ ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്വാഇക്കും വഇലാഹുന അത്റുകുക്കും ഫി റഅയത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.